ഡാഷ് ക്യാം ഒരു അഡീഷണൽ ഫിറ്റ്മെന്റ് ആണോ? നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ ഒരു അഡീഷണൽ ഫിറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് ഉറപ്പിക്കാം നമുക്കത് മോട്ടോർ വെഹിക്കിൾ പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഡാഷ് ക്യാം ഒരു അഡീഷണൽ ഫിറ്റ്മെന്റ് ആണോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്ന ജയപ്രകാശ് ആണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: MVD ഇത് ഫിറ്റ് ചെയ്താൽ ഫൈൻ അടിക്കുമോ? ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ? ആക്സിഡന്റ് ആയാൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്താൽ? ഇത് ശരിക്കും ഞാനൊരു മാരുതി സുസുക്കിയുടെ ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ശരിക്കും ഇതിനകത്ത് അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്താൽ കുഴപ്പമില്ലാത്ത കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ ഈ ശരിക്കും മോട്ടോർ വെഹിക്കിൾ പിടിക്കുമെന്ന് പറയുന്നത് പോലും അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും വാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമുക്ക് വാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുന്നതിന് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു ഡാഷ് ക്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിയുടെ പർപ്പസും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനം എവിടെയെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ലൈവ് റെക്കോർഡിംഗ് നടക്കുന്ന ഒരു കാര്യമാണ് ഈ DVR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ഡാഷ് ക്യാംസും കാര്യങ്ങളൊക്കെ. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ വാഹനത്തിൽ ഉറപ്പായിട്ടും ഒരു ഡാഷ് ക്യാം വേണം എന്ന് തന്നെ പറയത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങോട്ട് വന്ന്, അതായത് നമ്മുടെ വാഹനത്തിലോട്ട് വന്ന് ഇടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഒരു തെളിവ് കാണിക്കാൻ വേണ്ടി ഡാഷ് ക്യാം എപ്പോഴും മസ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ക്ലെയിമിന് എന്തെങ്കിലും പ്രശ്നം വരുമോ? ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ക്ലെയിം റിജക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. കാരണം നമ്മളവിടെ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം സേഫ്റ്റി പർപ്പസിന് വരുന്നൊരു കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കഴിവതും നമ്മളൊരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യണം എന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഡാഷ് ക്യാം നോക്കി തന്നെ ഫിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള, ഈ റേറ്റ് കുറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ക്വാളിറ്റി കുറയും. ഒരുപാട് കൂടിയ മോഡൽസ് വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു ഫുൾ HD വരുന്ന മോഡൽസ് ഏതെങ്കിലും ഒരു ഡാഷ് ക്യാം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം 70 MIയുടെ ഒരു ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അഫോർഡബിൾ റേഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ 19,000 രൂപ വരുന്നതാണ്. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ കുറഞ്ഞ മോഡൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോഡൽ കിട്ടിയിട്ടുണ്ട്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം നോക്കി ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. അതും കൂടെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ വാഹനത്തിൽ ഉറപ്പായിട്ടും ഒരു ഡാഷ് ക്യാം വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഫ്രണ്ടും ബാക്കും ഉള്ളത് ടൈപ്പ് തന്നെ വെക്കുന്നതാണ് നല്ലത്. ഫ്രണ്ട് മാത്രം വരുന്ന മോഡൽസ് അവൈലബിൾ ആണ്. പക്ഷേ അത് എടുക്കാതെ രണ്ടും കൂടെ വരുന്ന മോഡൽസ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറയും. പിന്നെ ഇതുകൊണ്ട് വേറെ ക്ലെയിമോ കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരത്തില്ലെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉറപ്പിക്കാം.